Mother is the superwoman in our home. Do you agree? Let's go for a video as an introduction to the poem Any Woman by Catherine Tennant. Good morning, dear students. How are you all? I hope you all are fine and you have started to enjoy your online classes, isn't it? As far as the whole world is concerned, this lockdown period is a great challenge. And now the world is learning how to live with these situations, how to move on with these situations. So take it as a challenge and enjoy it. And above all, stay home and be safe. Okay. You will have your own experience of lockdown to share with us, isn't it? But unfortunately, we are not in the classroom to share all your experience. And now I am here to tell you about an article which came in the Hindu, and it is titled as Lockdown and the Millennial Mother. As the title suggests, it is an article about the millennial mother. That means the mothers in this 21st century, especially in this lockdown period. നമുക്കറിയാം ഈ ലോകം മുഴുവനും ലോക്ക്ഡൗണായി അല്ലേ? ആ സമയത്ത് ഓരോ വീടുകളും മില്യൺ കണക്കിന് വീടുകൾ ഓരോ വീടുകളും ലോക്കാവാതെ ലൈവ്ലി ആക്കിയിട്ട് നമ്മളുടെ വീടിനെ ആ കെയർ ചെയ്തിരുന്ന കെയർ ടേക്കേഴ്സ്, ദാറ്റ് ഈസ് ദ മദേഴ്സ്. അവരെക്കുറിച്ചാണ് ഈ ആർട്ടിക്കിൾ. ഓക്കെ, ലെറ്റ് മീ റീഡ് ഇറ്റ് ഫോർ യു. Millennial mothers looked at the lockdown as an opportunity to spend quality time with her children. But now they have to manage work from home and do the household chores without any help around. It's a challenge to these women who pride themselves as an independent, multitasking managers of home and office. And independent multitasking managers of home and office. Multitasking managers, that is how the women of the 21st century is being described in this article. Have you ever thought about the multitask which a mother performs? When mother is home, a whole world of opportunity opens up for children. Their favorite dishes on the table, help in art, craft and studies, learning new skills and reading stories and watching movies together. But with the lockdown, she is on a roller coaster trying to balance work and home. നിങ്ങൾക്കറിയാം അല്ലേ, ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ യു ഹാഡ് എ ക്വാളിറ്റി ടൈം വിത്ത് യുവർ ഫാമിലി. ഒരു നോർമലായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ സമയം നിങ്ങളുടെ അച്ഛനും അമ്മയും എല്ലാം നിങ്ങളുടെ കൂടെയുണ്ട് അല്ലേ? എന്തിനും ഏതിനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് ഉണ്ട്. യു ഹാഡ് എ വെരി വണ്ടർഫുൾ ടൈം ടുഗെദർ. ആൻഡ് ഹൗ യു സ്പെൻഡ് ദീസ് ടൈംസ്? പല രീതിയിലും പല ആളുകളും പല രീതിയിലും ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ചിലർ ക്രാഫ്റ്റ് അതുപോലെയുള്ള വർക്കുകൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ് അല്ലേ, പലരും പല രീതിയിലുള്ള പുതിയ ഡിഷസൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ലോക്ക്ഡൗൺ ടൈം യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വളരെ ക്വാളിറ്റേറ്റീവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നതിനും നിങ്ങളുടെ ഒപ്പം കൂടാനായിട്ട് നിങ്ങളുടെ രക്ഷിതാക്കൾ ഉണ്ട്. അപ്പോൾ അവർക്ക് റെഗുലറായിട്ട് അവരുടെ ജോലി കൂടാതെ ഇതിനെല്ലാം നിങ്ങളോട് കൂടെ നിൽക്കാനായിട്ട് നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ അമ്മ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ഇല്ലേ? ഇനി മില്ലേനിയൽ മദേഴ്സ് ആർ സെഡ് ടു ബി സൂപ്പർ മോംസ്. They are said to be super moms who can delegate work at the right time to the right people. We can delegate the right time to the right people. Delegate work, different works. Delegate works means പല ജോലികൾ ഏൽപ്പിക്കുക. നിങ്ങളെ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തി എഴുന്നേൽപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ജോലിയാണ് അല്ലേ? ഓരോരുത്തരെയും ഉണർത്തുക, അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരുടെ എത്ര തവണ നിങ്ങളെ പുറകെ നടക്കണം അല്ലേ? നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താനായിട്ട് എല്ലാത്തിനും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും നമ്മുടെ പുറകെ നടന്ന് നമ്മളെ കൊണ്ട് അതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ആരെയാണ്? അമ്മയാണ്. എസ്പെഷ്യലി ഇഫ് ദ മദർ ഇസ് എ വർക്കിംഗ് വുമൻ, ഒരു ജോലിക്ക് പോകുന്ന അമ്മയാണ്. പക്ഷേ എല്ലാ ജോലിയും വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അവരുടെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് അല്ലേ? I'm not reading the whole article,
But I hope you all understood how your mother manages our family. അല്ലേ, അമ്മയ്ക്ക് എന്താ ഇവിടെ പണി? നമ്മളെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ അമ്മയ്ക്ക് എത്ര പണിയുണ്ട്, അമ്മ എത്രമാത്രം ലിഷർ ടൈം എടുക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയോ നിങ്ങൾ? തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ നൗ ഫോർ ദ ടൈം ബീയിങ് ഐ എം ഷെയറിംഗ് വിത്ത് യു അനദർ ആർട്ടിക്കിൾ. ഓക്കെ, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ആർട്ടിക്കിൾ ആൻഡ് ഇറ്റ് ഈസ് ടൈറ്റിൽഡ് ആസ് ലോക്ക്ഡൗൺ ഡയറി ഓഫ് എ ടീനേജർ. ലോക്ക്ഡൗൺ ഡയറി ഓഫ് എ ടീനേജർ. നിങ്ങളെപ്പോലെയുള്ള ഒരു ടീനേജ് ഗേൾ എഴുതിയിട്ടുള്ള ഒരു ഡയറിയാണ്. മോം ഇസ് എ സൂപ്പർ ഹീറോ ഇൻ എവറി ഹോം. ഇറ്റ് ഈസ് ടൈറ്റിൽ മോം ഇസ് എ സൂപ്പർ ഹീറോ ഓഫ് എവറി ഹോം. Okay, so let's read that article also. It's an interesting article. Moms are all-rounders equipped to deal with every situation, including the coronavirus lockdown. Moms are all-rounders equipped to deal with every situation, including the coronavirus lockdown. In the past few weeks, the country has stood together in solidarity to show our respect and admiration for the corona warriors, which include healthcare workers and those engaged in other essential services. These people have voluntarily sacrificed their health and safety to ensure that we do not suffer from any ailment. However, I feel that one hero has been missed out. എന്താണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്? We know that we are showing our respect and admiration for the corona healthcare workers. അവരെ നമ്മൾ വിളിക്കുന്നത് കൊറോണ വാരിയേഴ്സ് എന്നാണ്. നമ്മളൊരു കൊറോണയുമായിട്ട് നമ്മൾ എന്താണ്, ഒരു യുദ്ധത്തിലാണ് അല്ലേ. ആ യുദ്ധത്തിലെ പോരാളികളാണ്, വാരിയേഴ്സാണ്. ആരൊക്കെയാണ്? എസ്പെഷ്യലി ദ ഹെൽത്ത് വർക്കേഴ്സ്, ദ ഡോക്ടേഴ്സ്, ദ നഴ്സസ് ആൻഡ് ഓൾ ദ പീപ്പിൾ ഹു ആർ ദർ ടു ഷെയർ ദെയർ സർവീസസ്. ഓക്കെ. However, I feel that one hero has been missed out. This hero, in most situations, sticks by us through thick and thin and acts as a soldier to protect us against all grievances whenever possible. They are not named after Catwoman or Batwoman, but in their own way are our very own superwoman, also known as Mom. ഈ കൊറോണ വാരിയേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു വാരിയേഴ്സിൽ നമ്മൾ മെൻഷൻ ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ഒരു ഹീറോ ഉണ്ട്. ആരാണത്? ദാറ്റ് ഈസ് ദ സൂപ്പർ മോം. While we appreciate the government and all the necessary service providers for burning midnight's oil to ensure the welfare of the society, mothers, their sacrifices and efforts are, of course, sidelined. Yes, they may not serve millions of people or be mentioned in the newspapers for their unrewarded service for their home and hearth, but they are the ones holding it together inside the homes of the millions of families in the country. Others are responsible for the success of any society. ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ എല്ലാവരും ദേ ആർ ഫ്രീ ഫ്രം ദെയർ വർക്ക്സ് അല്ലേ. പക്ഷെ അങ്ങനെ ഫ്രീ ആവാത്ത ഒരാളാരാണ്? അത് നിങ്ങളുടെ അമ്മ മാത്രമാണ്. എപ്പോഴെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പരാതിയുമില്ലാതെ വീട്ടിലെല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു പോകുന്ന ഒരു സൂപ്പർ വുമനാണ് ആര്? സൂപ്പർ മോം എന്ന് പറയുന്നത്. From our time in their wombs to their last breath, mothers play a benevolent role in the lives of each individual. They change our diapers, they feed us, they lose their sleep, sit through our parent-teacher meetings while teachers are complaining about us, tolerate our adolescent mood swings, and advise us on our relationships and careers. They are basically all-rounders, equipped to deal with every situation, and the lockdown period due to coronavirus is no exception. എന്താണ് അമ്മമാരെ പറ്റി പറയുന്നത്? From our time in their wombs, നമ്മൾ അമ്മയുടെ വൂമ്പിൽ ആയിരിക്കുന്ന ആ ഒരു സമയം മുതൽ ടു ദെയർ ലാസ്റ്റ് ബ്രെത്ത്, നമ്മുടെ ലാസ്റ്റ് ബ്രെത്ത് വരെ മദേഴ്സ് പ്ലേ എ ബെനവലൻറ്റ് റോൾ ഇൻ അവർ ലൈഫ്സ്. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അമ്മമാരെക്കുറിച്ച്? നിങ്ങൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന ആ ഒരു സമയം മുതൽ ആ ഒരു മൊമെൻറ്റ്, ഹൗ എക്സൈറ്റഡ് ദേ ആർ. യു ടോക്ക് ടു യുവർ മദർ. അമ്മയോടൊന്ന് സംസാരിച്ച് നോക്കും നിങ്ങൾ. എത്ര ബ്യൂട്ടിഫുള്ളാണ് ആ ഒരു ഫീലിങ്സ്. ആൻഡ് നിങ്ങളുടെ ഓരോ അനക്കങ്ങളും വളരെ എക്സൈറ്റഡ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട്
അല്ലെങ്കിൽ നിങ്ങളെ കാത്തിരുന്നിരുന്ന അമ്മ. നിങ്ങളുടെ ജനനം മുതൽ ഓരോ നിമിഷവും നിങ്ങളുടെ വളർച്ചാഘട്ടങ്ങളെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് സുഖമായിട്ട് അമ്മ ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായിട്ടുണ്ടാവുമെന്നറിയോ? നിങ്ങളുടെ ചെറുപ്പത്തിൽ ഉറക്കവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ മാത്രം നോക്കി നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം ചെയ്തു തന്നുകൊണ്ട് ഓരോ സ്റ്റേജിലും കുഞ്ഞുവാവയായിരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അല്ലേ, ഇത് ആർട്ടിക്കിളിൽ പറഞ്ഞ പോലെ ദേ ചേഞ്ച് ദെയർ ഡയപ്പേഴ്സ്, ഒരു അറപ്പും വെറുപ്പും ഇല്ലാതെ നിങ്ങളുടെ മലവും മൂത്രവും എല്ലാം കഴുകി വൃത്തിയാക്കി നിങ്ങളെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുന്നു അല്ലേ. നിങ്ങളെ ഫീഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളെ പിച്ച് വെച്ച് നടക്കാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് നിങ്ങളെ കൂടെ നടക്കുന്നുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ആദ്യാക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ വളരെ ക്ഷമയോടുകൂടി നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്ന് നിങ്ങളുടെ കൊച്ചു നിങ്ങളുടെ കുറുമ്പുകളും കളികളും തമാശകളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് നിങ്ങളോട് കൂടെ നിൽക്കുന്ന നിങ്ങളുടെ അമ്മ അല്ലേ. എത്ര പറഞ്ഞാലും മതിയാവും ഇല്ല. ഈ ഒരു ലോക്ക്ഡൗൺ പീരീഡിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ. ഈ ഒരു ലോക്ക്ഡൗണിലും നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ് കാണുമ്പോൾ നിങ്ങളുടെ കൂടെ ക്ഷമയോടുകൂടെ നിങ്ങളുടെ അമ്മമാർ ഇരിക്കുന്നുണ്ട് അല്ലേ. പല അമ്മമാരും കൂടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഒരു സൂപ്പർ മോം, അവർക്ക് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്? ഇതിനെല്ലാം പകരമായിട്ട് എന്താണ് നമ്മൾക്ക് തിരിച്ച് അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിങ്ങൾ കുട്ടികളാണ് അല്ലേ, നിങ്ങൾ സ്റ്റുഡൻസാണ്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കണം. അവരുടെ ആഗ്രഹം പോലെ പഠിച്ച് നല്ല മക്കളായിട്ട് വരണം. ഈ ഒരു ആർട്ടിക്കിളിൽ ദർ ഈസ് എ ബോട്ടം ലൈൻ. ഐ വിൽ റീഡ് ഇറ്റ് ഫോർ യു. The bottom line is that while motherhood may not be considered a profession or a profitable job, it doesn't mean that we shouldn't express our gratitude towards them. Saying something as simple as thank you or a gesture of helping her out sometimes is all that is needed to show that you have great regard for them and are grateful. So make your mothers feel that you love them and you have great regard for them. Make them feel that they are valued and give them a shoulder to cry on. And now we have to learn a poem, Any Woman, which is written by Catherine Tennant, who is an Irish writer. It is a poem which celebrates motherhood. And in the next class, we'll study a poem, Any Woman. Okay, so for the time being, let's wind up this class. Thank you.